മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന ബൃന്ദാവന ചന്ദന ഗോപികമന മോഹന ബൃന്ദാവന ചന്ദന ഗോപികമന മോഹന ബൃന്ദാവന ചന്ദന ഗോപീജന മോഹന ഗോപീജന മോഹന ജയ രാധാ ജീവന രാജീവദലലോചന ജയ രാധാ ജീവന രാജീവദലലോചന ജയ രാധാ ജീവന രാജീവദലലോചന ജയ രാധാ ജീവന രാജീവദലലോചന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന മുരളീധര മോഹന മുരളീധര മോഹന മുരളീധര മോഹന മുരളീധര മോഹന സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജയ് ബോൾ സദ്ഗുരു മഹാരാജ് കി ജയ്. ഭാഗവതത്തിൻ്റെ 9ാമത്തെ സ്കന്ധം. വാഴക്കുന്നം വാസുദേവൻ നമ്പൂതിരി ഈ ഭാഗവതത്തിന് ഒരു തീവണ്ടിയായി ചിത്രീകരിച്ച് ഒരു കീർത്തനം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗവതമാകുന്ന തീവണ്ടിയിൽ മൊത്തം 12 കോച്ചാണ്. S1, S2, S3, S12 വരെ ഈ ഭാഗവത തീവണ്ടിയിൽ ഓരോരോ കോച്ചിലും ഓരോരോ ആൾക്കാരുടെ കഥയാണ്. S1 കോച്ചിൽ കുന്തി കുടുംബസമേതം കയറിയിരുന്നു. പിന്നെ വേറെ ആൾക്ക് സ്ഥലമില്ല. പിന്നെ കുന്തി കുടുംബ കഥയാണ് S1 കോച്ച്. പിന്നെ S2 കോച്ചിൽ പിന്നെ ശുകനും പരീക്ഷിത്തും. S3, S4 പിന്നെ മൈത്രേയൻ, വിതുരൻ, അങ്ങനെയൊക്കെ എല്ലാം കൂടെ വർണ്ണിക്കുന്നുണ്ട്. പിന്നെ S8 ഈ ഓരോ റെയിലിലൊക്കെ ചില ആളുകൾ പാട്ട് പാടി ഡാൻസ് ആടി വരുന്നത് പോലെയാണ് ഈ 8ാമത്തെ കോച്ചിൽ മോഹിനിയാട്ടം. അത് മോഹിനി ഭഗവാൻ ആടി വിളമ്പിയതാണ് മോഹിനിയാട്ടമായിട്ട് ഇവിടെ കേരളത്തിൽ പ്രധാനമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഭഗവാന്റെ മോഹിനി അവതാരത്തിൻ്റെ ആട്ടമാണത്. പിന്നെ ഈ S9 ഇത് ശരിക്കും ജനറൽ ഡബ്ബാണ്. കാരണം ഇത് സൂര്യവംശ ചന്ദ്രവംശ രാജാക്കളെ എല്ലാവരും തിക്കിത്തിറക്കി ഇവിടെ വച്ചിട്ടുണ്ട്. എല്ലാ രാജാക്കളുടെ കഥ പറയാൻ ഇപ്പോൾ സമയമില്ലേ. എന്നോട് ശുകൻ പറയുന്നു, നശക്യത്തെ വിസ്തരതഃ ഭക്തും വർഷസതൈരപി. 100 കൊല്ലം പറഞ്ഞാൽ പോലും അവസാനിക്കില്ലേ എന്നാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഒരു ഭക്തൻ്റെ കഥയും ഒരു ഭഗവാന്റെ കഥയും സ്മരിക്കാം. അതിൽ പ്രധാനമായ ഭക്തനാണ് അംബരീഷൻ. നാഭാഗാദംബരീഷോ ഭൂത് മഹാഭാഗവതഃ കൃതി നാസ്പൃശത് ബ്രഹ്മശാപോപി യം ന പ്രതിഹതഃ ക്വചിത്. ഈ അംബരീഷ രാജാവിന് ബ്രാഹ്മണശാപം പോലും ബാധിച്ചിട്ടില്ലേ പറഞ്ഞപ്പോഴാണ് പരീക്ഷത്തിന് അത്ഭുതം. കാരണം ബ്രാഹ്മണൻ്റെ ആശീർവാദം ചിലപ്പോൾ ഫലിക്കില്ലേ, ശാപം കൊടുത്താൽ ഉടനെ അതിൻ്റെ ഫലനുണ്ടാവും. ഇന്ന് പരീക്ഷിത്ത് കഥ കേൾക്കാൻ ഇരിക്കുന്നത് തന്നെ ബ്രാഹ്മണ കുഞ്ഞിൻ്റെ ശാപമേറ്റിട്ടാണ്. ഈ അംബരീഷനൊക്കെ എന്താണ് പെരുമ ചോദിച്ചപ്പോഴാണ് അംബരീഷൻ്റെ പെരുമ ഏകാദശി ഉപവാസം ചെയ്യുന്ന ആളാണ്. ഏകാദശി പറഞ്ഞാൽ നമ്മളെപ്പോലെ ഏകാദശി ദിവസം ഇനി ചോറ് വേണ്ട, ചപ്പാത്തി കഴിച്ചാൽ മതി. ചപ്പാത്തി കഴിച്ചാൽ ഏകാദശി ആണെങ്കിൽ ഉത്തരഭാരതത്തിൽ എല്ലാ ദിവസവും അവർക്ക് ഏകാദശിയാണ്. ഉത്തരഭാരതത്തിലൊക്കെ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ ആഹാരം മാറ്റുന്നത് പ്രധാനമില്ല. ശരിക്കും ഏകാദശ ഇന്ദ്രിയങ്ങൾ ഭഗവാനുക്ക് സമർപ്പിക്കുന്നതാണ് ഏകാദശി പറയുന്നത്.
അപ്പോൾ മനസ്സ് ഭഗവാന്റെ പാദത്തിലാവണം. ഉപവാസം പറഞ്ഞാൽ അർത്ഥം ഉപാവൃത്തസ്യ പാപേഭ്യഃ യസ്തു വാസോ ഗുണൈസ്സഹ ഉപവാസസ്സ വിജ്ഞേയഃ സർവഭോഗ വിവർജിതഃ. ഉപാവൃത്തസ്യ പാപേഭ്യഃ പാപകർമ്മങ്ങളൊക്കെ നിർത്തി യസ്തു വാസോ ഗുണൈസ്സഹ ഭഗവാന്റെ ഗുണങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, ശരിക്കും ഇതാണ് ശരിക്കും ഉപവാസം. പറഞ്ഞാൽ അടുത്ത് വസിക്കണം, ഭഗവാന്റെ അടുത്ത് ഇരുന്ന് ഭഗവാന്റെ ഗുണങ്ങൾ കേട്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ 7 ദിവസം ഉപവാസമാണ് ശരിക്കും, ഇതാണ് ഉപവാസം. യസ്തുവാസോ ഗുണൈസ്സഹ. പിന്നെ കുറച്ച് വിശപ്പ് മാറാം, കുറച്ച് എന്തെങ്കിലും കഴിച്ച് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ഭഗവാന്റെ ചിന്തനയാണ് ഉപവാസത്തിൽ പ്രധാനം. ഈ അംബരീഷൻ 3 ദിവസം ബന്ധപ്പെട്ടതാണ് ഏകാദശി. ദശമി ദിവസം ഒരിക്കൽ മാത്രമേ കഴിക്കാവൂ. ഏകാദശി 3 ഭക്ഷണം കഴിക്കാതിരുന്നാൽ നല്ലതാണ്. വെള്ളം കുടിച്ചാൽ മധ്യമമാണ്, പഴം കഴിച്ചാൽ അധമമാണ്. അത് ഫലാഹാരം, അതാ ഫലാഹാരം എന്ന് സംസ്കൃതത്തിൽ പറയുന്നതാണ്. പിന്നെ അവസാനം നമ്മൾ പലഹാരമാക്കി മാറ്റി. അത് ശരിക്കും പഴങ്ങൾ കഴിക്കേണ്ടതാണ്. പിന്നെ അതും പറ്റില്ല പറയുന്നവർക്ക് കുറച്ച് എന്തെങ്കിലും അരി മുഴുവനും കഴിച്ചാൽ അത് ദോഷം, അത് ഉടച്ച് ഉപ്പുമാവാക്കി കഴിച്ചാൽ കുഴപ്പമില്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൽ ഒന്ന് അരിയെ നേരിട്ട് കഴിയാതെ ഒന്ന് കുത്തി അവിലാക്കി കഴിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പറയുന്നത് പോലെ നമുക്ക് പ്രധാനം ഭഗവാന്റെ ചിന്തനം, അതാണ് നമുക്ക് പ്രധാനം. ഇവിടെ അംബരീഷൻ്റെ ആ ഏകാശിവതം കണ്ടിട്ട് ഭഗവാൻ സന്തോഷിച്ചു. സ്വന്തം ചക്രം അവൻ്റെ കയ്യിൽ കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ ചക്രം അവരുടെ കയ്യിൽ കൊടുക്കാറില്ലേ, 3 പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പൃഥുചക്രവർത്തിക്ക് ഹരിസുദർശനം ചക്രം, പൃഥുചക്രവർത്തിക്ക് സ്വന്തം ചക്രം കൊടുത്തു ഭഗവാൻ. പിന്നെ രണ്ടാമത്തെ ഈ അംബരീഷനൊക്കെ കൊടുത്തു. പിന്നെ ഒരു അസുരനും ഉണ്ടായിരുന്നു, സീമാളികൻ. അവൻ എന്ത് ചെയ്തു, കൃഷ്ണനാണ് ഈ ചക്രം കൊണ്ട് എല്ലാവരെയും അസുരന്മാരെ കൊല്ലുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ ശിഷ്യനായി പഠിച്ച് പതുക്കെ ആ ചക്രം മേടിച്ച് കൃഷ്ണനെ തന്നെ കൊല്ലണം തീരുമാനിച്ച് കൃഷ്ണൻ്റെ അടുത്ത് ഗുരുദക്ഷിണ സമർപ്പിച്ചു. വിജയദശമി ദിവസം എനിക്ക് നിൻ്റെ അടുത്ത് ആയുധ പ്രയോഗമൊക്കെ പഠിക്കണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അവസാനം പറഞ്ഞു, നിങ്ങളുടെ ചക്രത്തിൻ്റെ പ്രയോഗം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അത് പറഞ്ഞു ഭഗവാൻ, എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്, അത് ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് തിരിയും, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം, എനിക്ക് തരാമോ? ശരി, കൊടുത്തു. കൊടുത്തപ്പോൾ ആ ചക്രം എടുത്ത് കൃഷ്ണനക്ക് പ്രയോഗം ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ എന്താ, ഈ ചക്രം ഇങ്ങനെ പുറകിൽ വന്നു ഇവൻ്റെ തലനെ എടുത്തു വെച്ചു. അപ്പോൾ ചക്രം കൊണ്ട് ഇയാൾ നശിച്ചു. കാരണം അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കണം. അത് അംബരീഷൻ നല്ല ആളാണ് മനസ്സിലാക്കി ഭഗവാൻ കൊടുത്തു. അംബരീഷൻ അത് പൂജിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴൊക്കെ നമ്മൾ അശോക ചക്രമാണ് വച്ചിരിക്കുന്നു പൈസയിലൊക്കെ. അംബരീഷൻ്റെ കാലത്ത് അവൻ്റെ പൈസ ഒക്കെ സുദർശന ചക്രമായിരുന്നു. അവൻ്റെ കൊടിയിലും സുദർശന ചക്രമായിരുന്നു. ബൃന്ദാവന ദ്വാദശി പറയും. വൃശ്ചിക മാസം ശുക്ലപക്ഷ ഏകാദശി ദ്വാദശി ബൃന്ദാവന ദ്വാദശി പറയും. ആ ബൃന്ദാവന ദ്വാദശിക്ക് ബൃന്ദാവനം ചെന്നു. അവിടെ ഏകാദശി മുഴുവനും ഭജന ചെയ്ത് നാമം ജപിച്ച് ദ്വാദശി ദിവസം 12 ബ്രാഹ്മണന്മാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. പ്രധാനമായിട്ട് 12 പേർക്ക് കൊടുക്കണം. സുവർണദാനം കൂടി ചെയ്താൽ നല്ലതാണ്. അതുകൊണ്ട് സുവർണ പാത്രത്തിൽ പായസദാനമൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ പറയുമ്പോൾ ഏകാദശി പറഞ്ഞിട്ടില്ലേ, ദധാര ദ്വാദശി വ്രതം, ദ്വാദശി വ്രതം ചെയ്തു എന്നാണ് പറയുന്നത്. അത് ദ്വാദശി വ്രതം പറയാൻ കാരണം പ്രധാനം അന്നദാനം ചെയ്യുന്നതാണ്. അങ്ങനെ ബ്രാഹ്മണന്മാർക്ക് അന്നദാനം ചെയ്തിട്ട് അംബരീഷൻ പാരണെ വീടാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ കൃത്യം ദുർവാസ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. തസ്യ തർഹ്യതിഥി സാക്ഷാത് ദുർവാസ ഭഗവാൻ അഭൂത്. ഇതാണ് ഭഗവാൻ സന്തോഷിച്ചതിൻ്റെ ഒരു തെളിവ്. ഒരു സത്കാര്യം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ആരെങ്കിലും ഒരു മഹാത്മാ അവിടെ എത്തിച്ചേർന്നാൽ അത് ഭഗവാൻ സ്വീകരിച്ചിട്ടായിട്ട് കണക്കാക്കാം. ഇല്ലെങ്കിൽ ഒരു ഗരുഡപക്ഷി വന്നാൽ അത് ഭഗവാൻ സ്വീകരിച്ചിട്ടായി കണക്കാക്കാം. ഇല്ലെങ്കിൽ ഒരു പശു വന്നാലോ, അല്ലെങ്കിൽ ഭഗവാന്റെ ശിരസിൽ നിന്നും ഒരു പൂ വീണാലോ, ഇതൊക്കെ ഒരു നിമിത്തമാണ്. ഭഗവാൻ അത് സ്വീകരിച്ചു. ഇന്നും ഒരു അമ്മേനോട് പറഞ്ഞു, ഇന്ന് നരസിംഹാവതാരം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ ശിരസിൽ നിന്ന് ഒരു ചെവന്ത താമര വീണു. ഇതൊക്കെ ഒരു നിമിത്തമാണ്. അങ്ങനെ ഈ അംബരീഷൻ്റെ വ്രതം കഴിയുന്ന സമയത്ത് ദുർവാസൻ വന്നപ്പോൾ അംബരീഷനുക്ക് വളരെ സന്തോഷമായി, നമസ്കരിച്ചു.
ഇവിടെ ദുർവാസന ഋഷി എന്ന് പറഞ്ഞിട്ടില്ലേ? ദുർവാസ ഭഗവാൻ അഭൂത്, ഭഗവാൻ ദുർവാസൻ വന്നു. ഇത് ഭഗവാൻ പറയാൻ എന്താ കാരണം? ഭഗവാന്റെ കാര്യമാണ് ഇദ്ദേഹം ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. ഭഗവാന്റെ കാര്യം എന്താണ്? തൻ്റെ പെരുമ കുറച്ച് ഭക്തൻ്റെ പെരുമ കാണിക്കലാണ് ഭഗവാന്റെ ഗുണം. നമ്മൾ കേട്ടല്ലേ, വാമനാവതാരത്തിൽ ഭഗവാൻ ദാനം വാങ്ങാൻ വേണ്ടി പോയി. ദാനം വാങ്ങേണ്ട ആവശ്യമുണ്ടോ ഭഗവാൾക്ക്? മഹാലക്ഷ്മിയുടെ ഭർത്താവാണ്, ദാനം വാങ്ങേണ്ട ആവശ്യമില്ലേ? പക്ഷേ ദാനം വാങ്ങുന്ന രീതിയിൽ തൻ്റെ പെരുമ കുറച്ച്, ബലിചക്രവർത്തി പോലെ ദാനം കൊടുക്കുന്ന ആൾ ലോകത്തിൽ ഇല്ലേ, അവൻ്റെ പെരുമ കാണിക്കാൻ വേണ്ടി തൻ്റെ പെരുമ കുറച്ച് വന്നു ഭഗവാൻ. നമ്മൾ മഹാബലി പറഞ്ഞാൽ ഒരു കുട വച്ചിരിക്കുന്ന ആളായിട്ട് പറയും. ശരിക്കും കുടയാളി പറഞ്ഞാൽ എന്താ അർത്ഥം? തമിഴുടെ അർത്ഥമാണ്. ഒറിജിനൽ തമിഴാണ് മലയാളം. കുടയാളി പറഞ്ഞാൽ എന്താ അർത്ഥം? ദാനം കൊടുക്കുന്ന ആളാണ്. കുട എന്ന് പറഞ്ഞാൽ ദാനം. ഇത് കേരളത്തിൽ തെറ്റിദ്ധരിച്ചു തോന്നുന്നു. ഈ കുടയാളി പറഞ്ഞത് ഈ ദാനം ചെയ്യുന്ന ആളെ ഒരു ഓളക്കുട പിടിച്ച് നടക്കുന്ന ആളായിട്ട് മാറ്റി. ആ ശരിക്കും കുടയാളി പറഞ്ഞാൽ ദാനം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അംബരീഷൻ്റെ ദാനത്തിൻ്റെ പെരുമ കാണിക്കാൻ വേണ്ടി തൻ്റെ പെരുമ കുറച്ച് വന്നില്ലേ? അതേപോലെയാണ് ഇവിടെ ദുർവാസൻ തനിക്ക് ഒരു ചീത്തപ്പേര് കിട്ടിയാലും, ഒരു ശുണ്ഠിക്കാരന് തനിക്ക് ഒരു ചീത്തപ്പേര് കിട്ടിയാലും, അംബരീഷനെ പോലെ ഒരു ഭക്തൻ ലോകത്തിലില്ലേന് അവൻ്റെ പെരുമ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം. അതുകൊണ്ടാണ് ദുർവാസ ഭഗവാൻ ദുർവാസൻ വന്നു പറയാൻ കാരണം. ഇപ്പോൾ ദുർവാസനെ വിളിച്ചു ഭക്ഷണം കഴിക്കാം. ദുർവാസൻ പറഞ്ഞു ഞാൻ കുളി കഴിച്ചിട്ട് വരാം എന്ന്. അദ്ദേഹം കുളിക്കാൻ ഇറങ്ങി അദ്ദേഹം ധ്യാനത്തിലേക്ക് പോയി. നിമമജ്ജ ബൃഹധ്യായന് വലിയ ധ്യാനം തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നു. വലിയ ധ്യാനം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു അരമണിക്കൂർ ധ്യാനിച്ചാൽ ചെറിയ ധ്യാനം, ഒരു 5-6 മണിക്കൂർ ധ്യാനം ചെയ്താൽ വലിയ ധ്യാനം നമ്മൾ വിചാരിക്കും. പക്ഷേ എൻ്റെ ഗുരുനാഥൻ ഇവിടെ പറയുമ്പോൾ ചെറിയ ധ്യാനം പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ ധ്യാനിച്ചാൽ അത് ചെറിയ ധ്യാനമാണ്. വലിയ ധ്യാനം എന്താണ്? ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെ പൂന്താനത്തിനെയും കുറൂരമ്മയെയും അങ്ങനെയുള്ള ഭക്തന്മാരെ ധ്യാനിക്കലാണ് വലിയ ധ്യാനം. ഇവിടെ ദുർവാസൻ വലിയ ധ്യാനം ചെയ്യുന്നു പറഞ്ഞാൽ എന്താർത്ഥം? അംബരീഷനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? അംബരീഷനക്ക് സമയമായി. കൃത്യം 12 കഴിയും മുമ്പ് തന്നെ പാറണ വീടണം. അപ്പോൾ ഒരു മഹാത്മാവ് വിളിച്ചിട്ട് അദ്ദേഹത്തിന് മുമ്പ് ഭക്ഷണം അദ്ദേഹം കഴിക്കും മുമ്പ് കഴിക്കാനും പറ്റില്ല. അദ്ദേഹം എവിടെ ഇരിക്കുന്നു അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ അടുത്തുള്ള ബ്രാഹ്മണന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് വെള്ളം കുടിച്ചാൽ മതി, അത് ഭക്ഷണം കഴിച്ചതിൻ്റെ തുല്യമാവും, ഭക്ഷണം കഴിക്കാത്തതിൻ്റെ തുല്യമാവും. ശരി പറഞ്ഞ് ഒരു തുളസി തീർത്ഥം സേവിച്ചു. ഇത് സേവിച്ചപ്പോൾ ദുർവാസനക്ക് മനസ്സിലാക്കി അംബരീഷൻ്റെ പാരണ കഴിഞ്ഞു. അദ്ദേഹം അങ്ങനെ ശുണ്ഠി എടുത്ത് വന്നു. എന്നോട് ചോദിക്കാതെ എങ്ങനെ ഭക്ഷണം കഴിച്ചു? എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. എന്തായാലും ഇത് 1 വേർഡ് ക്വസ്റ്റ്യനാണ്. പാരണ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കഥ കഴിക്കാൻ പറഞ്ഞ് അദ്ദേഹം തല പിടിച്ചു. തലയിൽ നിന്ന് എടുത്തപ്പോൾ ഒരു മുടി പറിച്ചെടുത്തു. അതിൽ നിന്ന് ഒരു പേയ് പുറപ്പെട്ടു. സാധാരണ എല്ലാവരുടെ തലയിലും പേനും ഉണ്ടാകും. ഇയാളുടെ തലയിലെ പേയായിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിശാചനെ പറഞ്ഞു വിട്ടു. അത് വന്നപ്പോൾ അംബരീഷനെ കൈകൂപ്പി നിൽക്കുന്നു. ഇതാണ് ഭക്തന്മാർക്ക് വേണ്ട സമയത്ത് ഭഗവാൻ ജ്ഞാനം കൊടുക്കും. ഈ ദുർവാസൻ ശരീരം വേറെ ആത്മാവേറെ സോഹം പറഞ്ഞിരുന്ന ആളാണ്. അംബരീഷൻ സോഹം പറയാത്ത ദാസൻ പറഞ്ഞിരുന്നു. അപ്പോൾ അംബരീഷനക്ക് വേണ്ട സമയത്ത് ജ്ഞാനം കിട്ടി. എന്താ കാരണം? അതാണ് ഭഗവാന്റെ അനുഗ്രഹം. അപ്പോൾ അംബരീഷൻ അങ്ങോട്ട് നകരാതെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സുദർശന ചക്രം പുറപ്പെട്ടു. സുദർശനം മന്ത്രം ജപിച്ചാൽ മതി, അല്ലെങ്കിൽ സുദർശന യന്ത്രം വച്ചാൽ മതി. ബാക്കി ദേവന്മാരോട് രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കണം. സുദർശനത്തോട് പ്രാർത്ഥിക്കേണ്ട. പറയുമ്പോൾ തന്നെ അദ്ദേഹം പുറപ്പെട്ടോളും. ഇത് ഒറിജിനൽ സുദർശന മന്ത്രയന്ത്രം ഇല്ലേ, ഒറിജിനൽ സുദർശനം ഉള്ള ആളാണ്. ആ സുദർശനം പുറപ്പെട്ട് ഈ പിശാചത്തിനെ ഭസ്മമാക്കിയപ്പോൾ ദുർവാസനക്ക് മനസ്സിലാക്കി തെറ്റ് ചെയ്ത ആൾ ഞാനാണ്, പറഞ്ഞു വിട്ട ആളാണ് ഈ ഭൂതത്തിനെ അടിച്ചാൽ പിന്നെ അടുത്ത അടി എനിക്കാണ് കിട്ടും വിചാരിച്ച് അദ്ദേഹം ഓടാൻ തുടങ്ങി. ഓടുന്ന സമയത്ത് സുദർശനം നോക്കി. സുദർശനത്തിന് ദുർവാസന അടിക്കാൻ ഇഷ്ടമില്ല. പണ്ട് മുത്തശ്ശി ഇങ്ങനെ ഓടുന്നുണ്ടല്ലോ, ദുർവാസന എവിടെയും വീഴ് വിചാരിച്ച് ലൈറ്റ് അടിച്ചുകൊണ്ട് ടാർച്ച് പുറകിൽ വരുന്നുണ്ട്. അദ്ദേഹം നമ്മളൊക്കെ കൊല്ലാൻ വേണ്ടി വരണമെന്ന് വിചാരിച്ച് അദ്ദേഹം ഓടി ആദ്യം ബ്രഹ്മലോകത്തിൽ ചെന്ന് ബ്രഹ്മാവോട് പ്രാർത്ഥിച്ചു രക്ഷിക്കണേ. ബ്രഹ്മാ പറഞ്ഞു എന്നെ കൊണ്ട് വയ്യ. ഉടനെ വൈകുണ്ഠത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരു ബോർഡ് കണ്ടു, വേ ടു കൈലാസ്. ഉടനെ കൈലാസത്തിൽ ചെന്നു മഹാദേവ രക്ഷിക്കണേ പറഞ്ഞു. എന്താ?
സുദർശനം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ശൂലം കൊണ്ട് പിടിച്ചോളൂ. മഹാദേവൻ ചോദിച്ചു, ഇതിനെ ശൂലം കൊണ്ട് പിടിക്കുന്ന ദീപാവലി ചക്രം വിചാരിച്ചുവോ? ഇത് വിഷ്ണു ചക്രമാണ്, കാളചക്രമാണ്. ഇത് സുദർശന ചക്രം നിങ്ങൾ കൊടുത്തതായിട്ടില്ലേ എല്ലാവരും പറയുന്നു. പണ്ട് അങ്ങനെ ഒരു കഥമുണ്ട്. തമിഴ്നാട്ടിൽ അതൊരു ക്ഷേത്രം, തിരുവീഴിമിഴളൈ എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ വിഷ്ണുപുരം അടുത്ത ഒരു ക്ഷേത്രം കൂടിയുണ്ട്. അവിടെ വിഷ്ണു ഒരു 1008 താമര കുളം ഉണ്ടാക്കി താമര കൊണ്ട് അർച്ചിക്കുമ്പോൾ ഒരു താമര കുറഞ്ഞു. അപ്പോൾ ചെയ്തു, സ്വന്തം തന്നെ താമര കണ്ണനല്ലേ ഭഗവാൻ, ഒരു താമര എടുത്ത് ഇങ്ങനെ വെച്ചു. ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ ശിവൻ്റെ കണ്ണ് പോലെ ഒരു ഇത് കാണാം. ഉടനെ മഹാദേവൻ അവിടെ ചക്രം കൊടുത്തതായിട്ട് കഥമുണ്ട്. ചക്രം കൊടുക്കുന്ന രീതിയിൽ ആ വിഗ്രഹം അവിടെ ഉണ്ട്. അതേപോലെ അന്ധകാസുരൻ ഒരു അസുരൻ, അവിടെ സംഹരിക്കാൻ ശിവനുക്ക് ശൂലായുധം വേണ്ടി വന്നു. അപ്പോൾ ശൂലായുധം അവിടെ നമ്മൾ കേരളത്തിൽ ചെങ്ങന്നൂരടുത്ത് ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, ധർമ്മപുത്ര ക്ഷേത്രം, യുധിഷ്ഠിര പ്രതിഷ്ഠയായിട്ടുള്ള ഒരു ക്ഷേത്രം. ആ ഭഗവാനാണ് ശൂലം കൊടുത്തു. ചെങ്ങന്നൂരിലിരിക്കുന്ന മഹാദേവൻ, മഹാദേവൻ ഉണ്ടല്ലോ, അടുത്തുള്ള വിഷ്ണു ക്ഷേത്രമാണ് ഈ യുധിഷ്ഠിര പ്രതിഷ്ഠ ക്ഷേത്രം. ആ വിഷ്ണു കൊടുത്തു. ഇങ്ങനെ പരസ്പരം സഹായിക്കുന്നുണ്ട്. വിഷ്ണുവിന് ശിവൻ ചക്രം കൊടുത്തു, ശിവനുക്ക് ശൂലം കൊടുത്തു. ഇതിങ്ങനെ ഒരു കഥ പരസ്പരം സഹായിച്ചു കൊണ്ട് നമ്മളെ കാണിക്കുന്നതാണ്. ഇവർ കേമൻ അവർ കേമനില്ലേ, നമ്മൾ പരസ്പരം സഹായിച്ചു കൊണ്ട് ജീവിക്കണം, അതാണ് ഇവരെ കാണിക്കുന്നു. അപ്പം നിങ്ങൾ കൊടുത്തതായിട്ടല്ലേ പറയുന്നു സുദർശനം. അപ്പോൾ ശിവനും പറഞ്ഞു, ഒരു അച്ഛൻ മകനുക്ക് വണ്ടി വാങ്ങി കൊടുക്കാറുണ്ട്, പിന്നെ ആ വണ്ടി ഒന്ന് നിർത്താമോ ചോദിച്ചാൽ അത് പിന്നെ അവർക്ക് അതിൻ്റെ ഇതൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് ഇനി എന്നെക്കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നോളൂ. കാരണം ദുർവാസൻ നല്ല ബുദ്ധിയുള്ള ആളാണ്. ഭക്തന്മാർക്ക് അപരാധം ചെയ്തിട്ട് ഭഗവാന്റെ അടുത്ത് പോയാൽ ഭഗവാൻ വരാൻ സമ്മതിക്കില്ല. കാരണം ഭക്തന്മാർക്ക് അപരാധം ചെയ്തുകൊണ്ടാണ് ജയവിജയന്മാരെ താഴെ ഇറക്കി വിട്ടു 3 ജന്മമായിട്ട്. അതുകൊണ്ട് ഒരു മഹാഭക്തനായ മഹാദേവൻ്റെ കയ്യിൽ നിന്നും ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ മേടിച്ചു പോയാൽ അവിടെ ഭഗവാൻ വിടുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം വൈകുണ്ഠം പോകാതെ ശിവൻ്റെ അടുത്ത് ചെന്ന് ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും മേടിച്ചാണ് പിന്നെ വൈകുണ്ഠത്തിൽ വന്ന് നാമം ജപിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, അച്യുതാനന്ദ ഗോവിന്ദ സച്ചിദാനന്ദ നാരായണ ഹരേ, സച്ചിദാനന്ദ നാരായണ ഹരേ, അച്യുത അനന്ത സദീപ്സിത പ്രഭോ. അച്യുത അനന്താണ് ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ എന്താണ് ചോദിച്ചു? ചക്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ചക്രം ഇങ്ങനെ വെറുതെ ഒരാളും ഒന്ന് അടുത്ത് പോകാമല്ലോ. അല്ലെങ്കിൽ ഞാൻ അംബരീഷനെ കാണാൻ പോയി. അംബരീഷനോട് ഭക്ഷണം കഴിക്കാൻ വന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് വൈകിപ്പോയി. പിന്നെ ദേഷ്യം കൊണ്ട് ഒരു ആഭിചാര പ്രയോഗം നടത്തി. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, സാധാരണക്കാർക്ക് ആഭിചാരം നടത്തിയാൽ തന്നെ അത് തിരിച്ചടി കിട്ടും. നല്ല ഭക്തന്മാർക്കൊക്കെ ആഭിചാര പ്രയോഗം നടത്തിയാൽ അയം ഹി ആത്മാഭിചാരസ്തേ യതസ്ഥം യാതുവൈ ഭവാണ്. നല്ലവർക്ക് നമ്മൾ ഒരു ആഭിചാര പ്രയോഗം നടത്തിയാൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയായി കിട്ടും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അംബരീഷൻ ഭക്തനാണ്, ഞാൻ ഭഗവാൻ വിചാരിച്ചിരിക്കുന്നു. നിങ്ങൾ ശരിക്കും തെറ്റാണ്. ഞാൻ ഭക്തനാണ്, എൻ്റെ സ്വാമിയാണ് ഭഗവാൻ അംബരീഷൻ. അഹം ഭക്തപരാധീന, ഞാൻ ഭക്തൻ്റെ അഹം ഋഷേ നനു ഭക്തദാസ, ഞാൻ ഭക്തൻ്റെ ദാസനാണ്. അപ്പോൾ ദുർവാസൻ ചോദിച്ചു, ഞാൻ നിറച്ചും തപസ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ നിറച്ചും പഠിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ തപസ്സിനും എൻ്റെ വിദ്യാഭ്യാസത്തിനും ഒരു മര്യാദ വേണ്ടേ? അപ്പോൾ ഭഗവാൻ പറയുന്നു, ജ്ഞാനം തപശ്ച വിനയാൻവിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമന്. എത്ര പഠിച്ചാലും എത്ര തപസ് ഉണ്ടായാലും വിനയം കൂടി വേണം. വിനയമില്ല, ഞാൻ പഠിച്ച ആളാണ്, ഞാൻ തപസ്സിച്ച ആളാണെങ്കിൽ അഹങ്കരിച്ചിരുന്നാൽ ബുദ്ധിമുട്ടേണ്ടി വരും. നിങ്ങൾ അംബരീഷിൻ്റെ കാൾ തന്നെ പിടിച്ചോളൂ. കാരണം വിവരമുള്ള ആളല്ലേ നിങ്ങൾ. ഓരോ ആളോട് തെറ്റ് ചെയ്യുന്നു, പിന്നെ വേറെ ആളോട് മാപ്പ് ചോദിക്കും. ഒരാളുടെ കാല് ചവിട്ടിയിട്ട് അടുത്ത ആളുടെ അടുത്ത് മാപ്പ് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അംബരീഷിൻ്റെ അടുത്തല്ലേ തെറ്റ് ചെയ്തു, അംബരീഷിൻ്റെ കാൾ തന്നെ പിടിച്ചോളൂ.
ഉടനെ ദുർവാസൻ ഓടി വരുന്നു. പുറകിൽ സുദർശന ചക്രം വന്നു. ദുർവാസൻ അംബരീഷൻ്റെ കാല് പിടിച്ചപ്പോൾ അംബരീഷൻ തുള്ളിച്ചാടി അങ്ങോട്ട് തിരിച്ച് കാല് പിടിച്ച് നമസ്കരിച്ചു. പിന്നെ സുദർശന ഭഗവാനെ പ്രാർത്ഥിച്ചു. സുദർശന നമസ്തുഭ്യം സഹസ്രാരാച്യുതപ്രിയ സർവാസ്ത്രഘാതിൻ വിപ്രായ സ്വസ്തി ഭൂയായിടസ്പതേ. ഈ ദുർവാസനക്ക് നന്മ ചെയ്യണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ സുദർശനം ശാളഗ്രാമമായി മാറി. പിന്നെ ദുർവാസ മഹർഷിക്ക് ഭക്ഷണം കൊടുത്തു, നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ അപരാധം ക്ഷമിക്കണേ. അപ്പോഴാണ് ദുർവാസൻ അത്ഭുതപ്പെട്ടു. അപരാധം ചെയ്തത് ഞാനാണ്, പക്ഷേ മാപ്പ് ചോദിക്കും നീയല്ലേ. ഇതാണ് വിഷ്ണു ഭക്തന്മാരുടെ മഹിമ. എന്താ കാരണം? അപരാധം ചെയ്തവർക്കും നന്മ വരട്ടെ പ്രാർത്ഥിക്കുന്നവർ, അതാണ് വിഷ്ണു ഭക്തന്മാർ. നമ്മൾക്ക് ആരെങ്കിലും നമുക്ക് അപരാധം ചെയ്താൽ, നമ്മൾക്ക് എന്തെങ്കിലും വേണ്ടാത്ത കാര്യം ചെയ്താൽ ഉടനെ ക്ഷേത്രത്തിൽ പോയി ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തും, ഇയാളെ കൊണ്ട് ശരിയാക്കണേന്ന്. അങ്ങനെ പാടില്ല. നമുക്ക് തിന്മ ചെയ്തവർക്കും നല്ല ബുദ്ധി ഉണ്ടാവട്ടെ, അങ്ങനെയാണ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നു. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലഃ പ്രസീദതാം. ദുഷ്ടൻ നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ദുഷ്ടൻ നശിക്കട്ടെ. ഇപ്പോൾ കൂടുതൽ ദുഷ്ടന്മാരാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ദുഷ്ടന്മാരും നല്ലവരായി മാറട്ടെ, അതാണ് ഇവിടെ ഭാഗവതത്തിൻ്റെ പ്രാർത്ഥന. ഖലഃ പ്രസീദതാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് ഭക്തന്മാർ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഭക്തന്മാർക്ക് അപരാധം ചെയ്തിട്ട് എവിടെ പോയാലും രക്ഷ കിട്ടില്ല. അതും കൂടി മനസ്സിലാക്കി. ബ്രഹ്മ വിഷ്ണു ശിവൻ എല്ലാവരും കൈവിട്ടു, എല്ലാവരും ഉപേക്ഷിച്ചു. അവസാനം അംബരീഷനാണ് രക്ഷിച്ചു. ഞാൻ പറഞ്ഞത് ഇനി എവിടെ പോയാലും അംബരിയുടെ ചരിത്രമായി ഞാൻ പാടാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. അപ്പോഴാണ് അംബരീഷനൊക്കെ മനസ്സിലാക്കി, ഈ ദുർവാസൻ തനിക്ക് ഒരു ചീത്ത പേര് ഉണ്ടാക്കിയിട്ട് എൻ്റെ പെരുമ എല്ലാവർക്കും പരസ്യമാക്കിയല്ലേ എന്ന് വിചാരിച്ച് തൻ്റെ പുത്രൻ്റെ കയ്യിൽ രാജ്യം ഏൽപ്പിച്ച് ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ പാദത്തിലെത്തി. ഇതിൻ്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, അംബരീഷൻ പറയുന്നത് ഭക്തിയാണ്. നമ്മൾ ഭക്തി ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഇടയ്ക്ക് ദുർവാസനകൾ ഉണ്ടാവും, അത് നമുക്ക് തടസ്സമുണ്ടാക്കും. അങ്ങനെ ദുർവാസനകൾ നമുക്ക് വരുമ്പോൾ ഭഗവാൻ സുദർശന ചക്രത്തെ പറഞ്ഞു കൊടുക്കും. സുദർശനം പറഞ്ഞാൽ ജ്ഞാനം. ഈ ജ്ഞാനമാകുന്ന ചക്രം ആ ദുർവാസനകളെ നീക്കി ഈ ഭക്തിയാകുന്ന അംബരീഷനെ രക്ഷപ്പെടുത്തും എന്നാണ് ഇതിൻ്റെ തത്വം. അതിനുശേഷം പല രാജാക്കളുടെ കഥ പറഞ്ഞു വരുമ്പോൾ ദശരഥൻ്റെ പുത്രനായി ഭഗവാൻ തന്നെ 4 രൂപത്തിൽ അവതാരം ചെയ്തു. അംശാംശേന ചതുർധാഗാത് പുത്രത്വം പ്രാർത്ഥിത സുരൈഃ രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയാ. ഭഗവാൻ 4 രൂപത്തിൽ അവതാരം ചെയ്തു. ഇതിൽ പ്രധാനം മർത്യാവതാരസ്തിഹ മർത്യശിക്ഷണം, അതാണ് പ്രധാനം. രാവണനെ കൊല്ലാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചിട്ടില്ലേ. രാവണനെ കൊല്ലണമെങ്കിൽ പിന്നെ ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്നും ഈ രാവണക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മതി, രാവണൻ്റെ കഥ കഴിയും. പിന്നെ കംസനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. കംസനക്ക് ഒരു ക്യാൻസർ വരട്ടെ വിചാരിച്ചാൽ മതി, അയാളുടെ കഥ കഴിയും. ഈ അസുരന്മാരെ വധിക്കാൻ വേണ്ടി വന്നിട്ടില്ലേ. മർത്യശിക്ഷണം, ഒരു മകൻ അച്ഛൻ്റെ വാക്ക് എങ്ങനെ പരിപാലിക്കണം, സഹോദരന്മാർ എങ്ങനെ അന്യോന്യമായി ഇരിക്കണം. എല്ലാവരും സഹോദരന്മാർക്ക് സ്വത്തിന് വേണ്ടി യുദ്ധം നടത്തും, കോടതി വരെ പോവും, എനിക്ക് വേണം, എനിക്ക് ഇത്ര വേണം. പക്ഷേ ഇവിടെ എന്താണ്, ഭരതനും എനിക്ക് രാജ്യം വേണ്ടാൻ പറയുന്നു, രാവണനും വേണ്ടാൻ പറയുന്നു. സ്വത്തിന് വേണ്ടി യുദ്ധം കലഹിച്ച് സഹോദരന്മാർ നടുത്തെരുവിൽ നിൽക്കും. ഇവിടെ എന്താണ്, സ്വത്തിനെടുത്ത് നിൽക്കണം. എനിക്ക് വേണ്ടാൻ പറയുന്നു രാമൻ, എനിക്ക് വേണ്ടാൻ പറഞ്ഞു. സ്വത്ത് എവിടെ പോകണമെന്ന് അറിയാതെ അവിടെ നിൽക്കുന്നു. ഇതുപോലെ ഒരു അന്യോന്യത. പിന്നെ ഒരു പതിവ്രത എങ്ങനെയായിരിക്കണം, എത്ര പേടിപ്പിച്ചാലും മോഹിക്കാൻ പാടില്ല. സീതാദേവി കാണിച്ചു തന്നു. 10 മാസം ധൈര്യമായിട്ട് നിന്നു. പിന്നെ ഭഗവാൻ രാമൻ രക്ഷിച്ചു. അങ്ങനെ പതിവ്രത ധർമ്മം സീതാദേവി കാണിക്കുന്നു. പിന്നെ ഒരു ദാസൻ എങ്ങനെ ഇരിക്കണം, ഹനുമാൻ സ്വാമി കാണിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യധർമ്മം എങ്ങനെ വേണം, ഒരു മനുഷ്യൻ എങ്ങനെ ചിട്ടയായിട്ടിരിക്കണം, ധർമ്മപ്രകാരം ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവനെ സഹായിക്കാൻ ലോകത്തിൽ എല്ലാവരും എത്തും. രാമനെ സഹായിക്കാൻ ഒരു കരടി, കുരങ്ങൻ, ഒരു അണ്ണാറക്കണ്ണൻ തന്നാളായതെന്ന് പറഞ്ഞതുപോലെ അണ്ണാറക്കണ്ണൻ രാമനെ സഹായിച്ചു. അപ്പോൾ രാമൻ ഒന്ന് തലോടി. അതുകൊണ്ട് എന്തായി, അണ്ണാറക്കണ്ണന് 3 വരവുണ്ടായി. അത് ഈ ഭാരതദേശത്തിലിരിക്കുന്ന അണ്ണാറക്കണ്ണന് മാത്രമേ ഈ 3 വരവുള്ളൂ. അമേരിക്കയിൽ അണ്ണാറക്കണ്ണനൊക്കെ ഉണ്ട്, അവിടെ 3 വരയില്ലേ. എന്താ കാരണം, അമേരിക്ക അണ്ണാറക്കണ്ണൻ ഇവിടെ വന്നില്ലേ സഹായിക്കാൻ. വലിയ വലിയ അണ്ണാറക്കണ്ണനൊക്കെ ഉണ്ട്. ഞാൻ വിദേശം പോയിട്ടില്ലേ, ഇങ്ങനെ TV യിൽ നോക്കിയതാണ്. അപ്പോൾ
ഇങ്ങനെ ധർമ്മപ്രകാരം ജീവിച്ചാൽ സഹായിക്കാൻ എല്ലാവരും എത്തും. അധർമ്മം ചെയ്താൽ സഹോദരൻ പോലും വരില്ലേ. അതാണ് അവിടെ ഇരുന്ന് വിഭീഷണൻ ഇങ്ങോട്ട് വന്നു. കാരണം അധർമ്മം ചെയ്യുന്നവർക്ക് അനുജൻ പോലും സഹായിക്കില്ലേ. യാന്തി ന്യായ പ്രവൃത്തസ്യ തിരിയഞ്ചോപി സഹായതാം അപന്ഥാണന്തു ഗച്ഛന്തം സോദരോപി വിമുഞ്ചതി. ഇങ്ങനെ ധർമ്മങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് രാമാവതാരം. രാവണപ്പോലെ ചിട്ടയായിട്ട് ജീവിച്ചാൽ കൃഷ്ണനെ പോലെ ആനന്ദിക്കാം. അതുകൊണ്ടാണ് ആദ്യം രാമാവതാരം, പിന്നെ കൃഷ്ണാവതാരം ഇവിടെ വർണ്ണിക്കുന്നു. അതിൻ്റെ ഇടയിൽ പരശുരാമാവതാരം കൂടി വർണ്ണിക്കുന്നു. ഇതും അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടി ദുഷ്ടക്ഷത്രിയന്മാർ എല്ലാ ഈ പയിർ നന്നായിട്ട് കൃഷിസ്ഥലത്തിൽ കൃഷി നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടയ്ക്ക് കള എടുക്കണം. അതുപോലെ ഈ കള എടുക്കാൻ വേണ്ടി കോടാലിയുമായി ദുഷ്ടക്ഷത്രിയന്മാരെ വധിക്കാൻ വേണ്ടി പരശുരാമാവതാരം ചെയ്ത കഥയും പിന്നെ ബലരാമാവതാരം ശ്രീകൃഷ്ണാവതാരം ചുരുക്കി വർണ്ണിച്ചപ്പോഴാണ് പരീക്ഷിത്ത് പ്രാർത്ഥിക്കുന്നു, വിസ്തരിച്ച് പറയണേന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് 90 അധ്യായങ്ങളിൽ കൃഷ്ണാവതാര ചരിത്രം വർണ്ണിക്കുന്നു. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ ദേവന്മാരുടെ പ്രാർത്ഥനയും പിന്നെ ദേവന്മാരുടെ സ്തുതി 2-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം. ഈ അവതാര സമയത്ത് ഭഗവാൻക്ക് വെണ്ണ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. വെണ്ണ പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് വെണ്ണ പോലെ ശുദ്ധമായിട്ടും നമ്മൾ മനസ്സ് ഉരുകുന്നത് പോലെ വെണ്ണ ഉരുകുന്നത് പോലെ മനസ്സ് ഉരുകണം. അതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം, വെള്ളയായിട്ടുള്ള മനസ്സ് ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് നമ്മുടെ മനസ്സ് സമർപ്പിക്കുന്ന രീതിയിലാണ് വെണ്ണ. പിന്നെ പട്ടുകോണകം. പണ്ട് കുറൂരമ്മൻ ഒരു അമ്മ ഉണ്ടായിരുന്നു, ഭക്ത. എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഗുരുവായൂരപ്പനെ തൊഴുത് മടങ്ങി പോകുമ്പോൾ നല്ല മഴ, നല്ല ഇരുട്ടും കൂടിയായി. വഴി അറിയാതെ വിഷമിക്കുമ്പോഴാണ് ഒരു ഉണ്ണി വിളിച്ചു, അമ്മേ അവിടെ നിൽക്കൂ, മുമ്പോട്ട് പോകരുത്, അവിടെ വലിയ കുഴിയാണ് പറഞ്ഞു. പിന്നെ അമ്മ അവിടെ നിന്നു. ആ ചെറിയ ഉണ്ണി പന്തവുമായി വന്നു, അമ്മയുടെ കൈ പിടിച്ച് താമസിക്കുന്ന സ്ഥലത്തിൽ കൊണ്ടാക്കി. അപ്പോൾ ഉണ്ണി, എന്നെ സമയത്തിൽ വന്ന് രക്ഷിച്ചില്ലേ, നിനക്ക് എന്താ വേണം? അപ്പോൾ ഉണ്ണി പറഞ്ഞു, നിങ്ങളോടൊപ്പം വന്നപ്പോൾ എൻ്റെ കോണകം അണഞ്ഞു പോയി, എനിക്ക് കോണകം കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ അമ്മ ഒരു ചെമപ്പ് കോണകവും കൊടുത്തു. ആ ചെമപ്പ് കോണകം കൊടുത്ത് ആ ഉണ്ണി ഓടി. പിന്നെ അടുത്ത ദിവസം രാവിലെ മേൽശാന്തി വന്നപ്പോഴാണ് അത്ഭുതം. ഞാൻ നല്ല പട്ട് വസ്ത്രം ധരിപ്പിച്ചിരുന്നു, ഇപ്പോൾ പട്ട് വസ്ത്രം ഒന്നുമില്ലല്ലോ. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പട്ട് വസ്ത്രമില്ല, ഒരു ചെമപ്പ് കോണകമാണ് ധരിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ രാവിലെ തൊഴാൻ വന്ന കുറൂരമ്മയ്ക്ക് മനസ്സിലായി ഭഗവാനാണ് ആ ഉണ്ണിയുടെ രൂപത്തിൽ. കാരണം മഴ പെയ്യുമ്പോൾ പന്തം കൊണ്ടുവന്നാൽ പന്തം നനയില്ലേ, ഈ ഉണ്ണിയുടെ പന്തം മാത്രം നനഞ്ഞിട്ടില്ലേ. കാരണം പന്തമായിട്ട് സുദർശനമായിട്ടാണ് ഭഗവാൻ വന്നു. സാധാരണ പന്തമാണെങ്കിൽ ചിലപ്പോൾ മഴവെള്ളത്തിൽ നനയും, ഇത് സുദർശനല്ലേ, എപ്പോഴും ജ്വലിക്കുന്നതാണ്. അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായി. അന്ന് മുതൽ ഇന്ന് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുതി ചിട്ടപ്പെടുത്താത്ത നിയമം എന്താണെന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ കുളി കഴിഞ്ഞാൽ ഒരു ചുമപ്പ് കോണകം ഉടുപ്പിക്കും. പിന്നെ വസ്ത്രം, പിന്നെ വെണ്ണമൊക്കെ കയ്യിൽ കൊടുക്കാറുണ്ട്. അതുപോലെ നമുക്ക് കുറൂരമ്മയെപ്പോലെ ഭക്തി ഇല്ലെങ്കിലും നമ്മൾ കോണകം സമർപ്പിച്ചാൽ ഭഗവാൻ വിചാരിക്കും കുറൂരമ്മ കൊടുത്ത സാധനം സമർപ്പിച്ചില്ലെങ്കിൽ കുറൂരമ്മയെ ഓർത്തെങ്കിലും നമ്മൾ അനുഗ്രഹിക്കും. അതുപോലെ വെണ്ണ സമർപ്പിച്ച ഗോപികമാരെയും യശോദാമ്മയും വിചാരിച്ച് ഭഗവാൻ നമ്മൾ അനുഗ്രഹിക്കും. നമ്മൾ കുചേലൻ ദിനം അന്ന് അവൽ സമർപ്പിക്കാറുണ്ട് കുചേല കൊടുത്ത സമയത്ത്. എന്താ കാരണം? കുചേലനെ പോലെ പണം കിട്ടുന്നതും പ്രധാനമില്ലേ. കുചേലൻ്റെ അവൽ കൊടുക്കുമ്പോൾ ഭഗവാൻ കുചേലനെ ഓർത്തിട്ടെങ്കിലും നമ്മൾ അനുഗ്രഹിക്കും. നമ്മളെ ഓർത്താൽ ഭഗവാൻ നമുക്ക് ഒന്നും കൊടുക്കില്ല. ഇങ്ങനെ ഇരിക്കുന്ന ആൾക്ക് കൂടുതൽ പാപമല്ലേ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നല്ല ഭക്തന്മാർ കൊടുത്ത സാധനം കൊടുക്കുമ്പോൾ ആ ഭക്തന്മാരെ ഓർത്ത് ഭഗവാൻ നമ്മളെയും അനുഗ്രഹിക്കും. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെ വഴിപാട് നടത്തുന്നു.